ഞാൻ വരത്. ഈ വീട് എത്രത്തോളം മനോഹരാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന സമയത്തിന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോർ കാണാം. ഡോറല്ല, ഡോർ കം വിൻഡോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് കാണുമ്പോൾ? അപ്പോൾ ഇതിനായിട്ടുള്ള മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഡോറിന്റെ ഫ്രെയിം ആയിട്ട് കൊടുത്തേക്കുന്നത് സ്റ്റീലാണ്. ഈ വിൻഡോയും അതേപോലെ ഈ ഫ്രെയിം ഒക്കെ സ്റ്റീലാണ്. എന്നാൽ ഇവിടെ ഡോറായിട്ട് കൊടുത്തേക്കുന്നത് വുഡാണ്. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് അത് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വിൻഡോ കാണാം. ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അപ്പർ ഓപ്പണിംഗ് ഫ്രിക്ഷൻ ഇഞ്ചസ് ആണ്. നമുക്ക് ഇത് മുകളിലോട്ട് തുറന്നു വെച്ചാൽ ഈ കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് കടക്കും. അതേപോലെ ഈ ഒരു കോർണറിൽ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സൂര്യപ്രകാശവും അതേപോലെ എയറും എല്ലാം കയറാൻ ഈ ഒരു വിൻഡോ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഫ്രെയിം, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. വളരെ ഹോംലി, ഭയങ്കരമായിട്ട് പീസ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് അടുത്തതായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് വുഡിന്റെ ടെക്സ്ചറാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് മെയിൻ ആയിട്ട് ഇവർ ഇമ്പോർട്ടന്റ് കൊടുത്തേക്കുന്നത് പറയുമ്പോൾ വുഡ് ഫിനിഷ് തന്നെയാണ് ഇവർ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ ഈ ഒരു സ്റ്റെയറിന്റെ സ്ഥലത്ത് ഈ ഒരു സ്റ്റെയറിന്റെ പോർഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് നമുക്കൊരു കോർട്ട്യാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചിൽഡ്രൻസിനൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വൈകുന്നേര സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു സ്പോട്ടിലൊരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ കോർണറും ഓരോ പോർഷനും തൊട്ടടുത്തുള്ള ആ ഒരു പോർഷനും ഭയങ്കര മാച്ചായിട്ട് ഭയങ്കരമായിട്ട് ലയിച്ച് വരുന്നൊരു പോർഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോളിന്റെ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന വലിയൊരു വിൻഡോ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യൂ കംപ്ലീറ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് കാറ്റ് അതേപോലെ വെളിച്ചമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വീടിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ഏതൊരു സ്പോട്ടിൽ നോക്കിയാലും ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ എവിടെ നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ എല്ലാ സൈഡിൽ നിന്നും വരുന്നൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. ഓരോ എന്താ പറയുക ഓരോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര പീസാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഈ ഒരു സ്റ്റെയർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതൊരു വുഡ് ടെക്സ്ചറിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വുഡാണെന്ന്. പക്ഷെ ഇത് വുഡല്ല, ഇത് സ്റ്റീലാണ്. ഇത് ഭയങ്കര മാച്ചായിട്ട് ഇത് സ്റ്റീലാണോ അല്ലെങ്കിൽ വുഡാണോ എന്നൊന്നു പോലും നമുക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര മാച്ചായിട്ടാണ് ഈ ഒരു സ്റ്റെയറും അതേപോലെ ഈ ഹാൻഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടിന്റെ എല്ലാ സൈഡിൽ നിന്നും വെളിച്ചും കാറ്റൊക്കെ കടക്കാനുള്ള സ്പോട്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. അതുപോലെ ഈ ഒരു സ്റ്റെയറിന്റെ മേലെ വരുന്ന ഒരു പോർഷനാണിത്. ഇവിടെ അവർ കൊടുത്തേക്കുന്നത് ഫിക്സഡ്